കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് കാരണം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹസീന മാം ആണ്. ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി വിഭാഗം സീനിയർ ഡോക്ടറാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കുട്ടികളില്ലാത്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് വർഷങ്ങളോളം എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ, അതായത് പ്രഗ്നന്റ് ആയി നല്ലൊരു കുട്ടി ഉണ്ടാവാനുള്ള ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഡോക്ടറാണ് ഹസീന മാം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ കുട്ടികളില്ലാത്ത പല ഡോക്ടറെയും മാറി മാറി കാണിച്ചിട്ട് അവസാനം ഇവിടെ എത്തിയിട്ട് അങ്ങനെയുള്ള 101 പ്രഗ്നൻസിയാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള 101 പ്രഗ്നൻസിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം മാമിനോട് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റിന്റെ വിഷയങ്ങൾ, ഇത് IVF ചികിത്സ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ഒരു നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാവുക, അത് പുരുഷന്റെ പ്രശ്നങ്ങളാണെങ്കിലും സ്ത്രീയുടെ പ്രശ്നങ്ങളാണെങ്കിലും അത് എങ്ങനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തിട്ട് നല്ലൊരു കുട്ടിയെ ജനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ഡോക്ടറായിട്ട് സംസാരിക്കാം. അതിന്റെ മുമ്പേ കഴിഞ്ഞ ദിവസം ഡോക്ടർ OPയിൽ ഒരാൾ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു അസുഖം ഇൻഫെർട്ടിലിറ്റി വിഷയമായിട്ട് വന്ന ഒരു പേഷ്യന്റ്, അവർ മാമിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു. കൃത്യമായ ട്രീറ്റ്മെന്റിന് ശേഷം അവർ പ്രഗ്നന്റ് ആയി. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവരൊരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ OPയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുട്ടികളില്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. എനിക്ക് 25 വയസ്സ്, ഹസ്ബൻഡിന് 38 വയസ്സ്. ഞങ്ങൾ ഡോക്ടർ ബേസിൽ ഹോമിയോപ്പതി ഓൺലൈനായിട്ടാണ് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഹസ്ബൻഡിന് കൗണ്ട് മോട്ടിലിറ്റി പ്രോബ്ലമൊക്കെ ആയിരുന്നു. എനിക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓവുലേഷൻ കറക്റ്റല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 5 മന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാണും. ഞങ്ങൾ ഡോക്ടർ ഹസീന ഡോക്ടറാണ് ഞങ്ങളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും സപ്പോർട്ടും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു തരാനും എല്ലാത്തിനും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. എന്ത് നമ്മൾ ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ എത്ര തിരക്കായാലും ഡോക്ടർക്ക് പറഞ്ഞു തരാൻ ഇരിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും മരുന്നും എല്ലാം അത്രയും ഇതുണ്ട്. ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട്. ഇപ്പോൾ 2 മന്ത് ആയി. ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവത്തിന് ഞങ്ങളെ നോക്കി ഞങ്ങളെ ഡോക്ടർ ഹസീന ഡോക്ടറെ എല്ലാവരുടെയും ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മയച്ഛനും ആവാൻ പറ്റിയത്. പിന്നെ ഹസീന ഡോക്ടറോട് ഞങ്ങൾക്ക് അത്രയും നന്ദിയും കടപ്പാടും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടത് വർഷങ്ങളോളം കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുകയും പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടിട്ടും റിസൾട്ട് ഇല്ലാതെയാണ് അവസാനം ഹസീന മാമിന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയും അത് നല്ലപോലെ ഡെലിവറി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നേരിട്ട് മാമിനോട് ചോദിക്കാം, എന്തായിരുന്നു ഈ ഒരു കപ്പിൾസിന്റെ മെയിൻ ഇഷ്യൂ എന്തായിരുന്നു? ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ട്യൂബൽ ബ്ലോക്ക് ആയിരുന്നു. ഹസ്ബൻഡിനും വൈഫിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഹസ്ബൻഡ് മെഡിസിൻ എടുത്ത് ക്ലിയർ ചെയ്തു. പിന്നെ വൈഫ് അടുത്തത് ഓൾമോസ്റ്റ് ഒരു 3-4 മാസത്തോളം മെഡിസിൻ എടുത്ത് നമ്മൾ നോർമലി ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി മുഖേന ക്ലിയർ ചെയ്യേണ്ടത് നമുക്കൊരു 3 മാസം 4 മാസം കൊണ്ട്, അതായത് നല്ലൊരു സർജറി തന്നെ ചെയ്ത് ഒരു ബ്ലോക്ക് നമുക്ക് കൃത്യമായിട്ടൊരു മെഡിസിനിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ OPയിൽ വരുന്നത് ട്യൂബൽ ബ്ലോക്ക്, മോട്ടിലിറ്റി പ്രശ്നങ്ങളാണ്, അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവ്. പിന്നെ കൂടുതലായിട്ട് വരുന്ന കേസുകൾ പറഞ്ഞാൽ IVF IU ഒക്കെ ഫെയിലായ കേസുകളാണ് നമ്മളടുത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണെങ്കിൽ ലിംഗ വളർച്ച ബുദ്ധിമുട്ട്, ഉദ്ധാരണ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അത്തരം കേസുകളുടെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലിയർ ആവും. ചില കേസിൽ മോസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെരിക്കോസീൽ പോലെ ആയിരിക്കും. അത്തരം കേസുകൾ നമ്മൾ സർജറി വേണോ വേണ്ടേന്ന് പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്. നമ്മൾ ബീജം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെരിക്കോസിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ എല്ലാം ഉണ്ട്. ഗ്രേഡ് 1-ലാണെങ്കിലും ചില കേസുകളിൽ ബീജം ശരിയായ രീതിയിൽ ചലിക്കുന്ന ബീജങ്ങൾ ഉണ്ടാവില്ല. അത്തരം കേസുകളിൽ ചിലപ്പോൾ നമുക്ക് സർജറി ചെയ്ത് ആദ്യത്തെ ഘട്ടത്തിൽ ബ്ലോക്ക് ഒഴിവാക്കേണ്ടി വരും.
അതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് അവർക്കൊന്ന് ആളുകൾക്ക് ഇപ്പൊ വെരിക്കോസീലി എന്ന് പറയുന്ന അവർക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എന്താണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ള ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ വെരിക്കോസീൽ എന്ന് പറയുന്നത് ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ വൃഷണത്തിൽ അല്ലെങ്കിൽ ടെസ്റ്റിസിന്റെ ആ ഭാഗങ്ങളിൽ വരുന്ന തടിപ്പുകളാണ്. അതിനെ നമ്മൾ ഗ്രേഡ് വൈസ് ആക്കും. അതിന്റെ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ആക്കും. ചില കേസിൽ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ടാവുകയുള്ളൂ, പക്ഷെ ബീജം ശരിയായ രീതിയിൽ അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കാണിക്കില്ല. ചില കേസിൽ ഗ്രേഡ് 3 ആയിരിക്കും, പക്ഷെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, അതായത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീജങ്ങൾ പ്രസന്റ് ആയിരിക്കും. അതായത് ഒരു കുട്ടി ഉണ്ടാവാനുള്ള ബീജങ്ങൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പം അത് നമ്മൾ ആദ്യ ഘട്ടത്തിൽ അത് വെരിഫൈ ചെയ്യണം. അതിന് നമുക്ക് ബീജം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് മനസ്സിലാക്കാം. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ കുറേ ആളുകൾ പറയുന്നതാണ് സർജറി, വെരിക്കോസീലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ തടിപ്പ് അവിടെയുള്ള ഞരമ്പ് തടിച്ച് വീർത്തത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും ബീജത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, അതിന് ടൈം പിടിക്കും. അപ്പോൾ ഇപ്പം വെരിക്കോസീൽ പറഞ്ഞു, ഈ പുരുഷന്മാരിൽ ഈ വന്ധ്യതന്റെ പ്രശ്നങ്ങളാണ് കുട്ടികൾ ഉണ്ടാവാനുള്ള മെയിൻ ഒരു കാരണം. കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉദാഹരണക്കുറവ് തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പം ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദാഹരണക്കുറവായിരിക്കും. എങ്ങനെയാണ് ഈ ഉദാഹരണക്കുറവ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രധാന കാരണം? ഉദാഹരണക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്ക് പെൽവിക് ഓർഗനിലോട്ട് അല്ലെങ്കിൽ ടെസ്റ്റിസിലോട്ട് പെനിസിലോട്ട് കറക്റ്റായിട്ട് രക്തോട്ടം കിട്ടാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതിനെ സിമ്പിളായിട്ട് നമുക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് അറ്റാക്ക് വരുന്നുണ്ട്. സെയിം തിങ് നമുക്ക് അവിടെ ബ്ലോക്ക് വരുമ്പോൾ ശരിയായ രീതിയിൽ രക്തോട്ടം ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ആവുന്ന ഒരു സംഭവമേ ഉള്ളൂ. അത് നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് വരുമ്പോൾ എത്രത്തോളം മാനേജ് ചെയ്യണോ അത്രത്തോളം അവിടെയും മാനേജ് ചെയ്യുക. ലൈക്ക് നല്ല പിന്നെ ഫുഡുകൾ കൊടുക്കുക, രക്തയോട്ടം കൂട്ടാൻ നല്ല എക്സസൈസുകൾ കൊടുക്കുക, ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു മുമ്പ് തന്നെയുള്ള ഒരു അതെ, അതിന് നമ്മൾ അത്രയും അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇവിടെ ഒരു ബ്ലോക്ക് വന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക. നമുക്ക് അതിനൊരു കൃത്യമായിട്ട് അത് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ലൈക്ക് ഈ പറഞ്ഞ പോലെ ഉദാഹരണക്കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇതിന് ഫലപ്രദമായിട്ട് ചികിത്സ ചെയ്യുക എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ക്ലിയർ ചെയ്തു പോകാം. ഇപ്പം പറഞ്ഞു ഉദാഹരണക്കുറവിന്റെ പറഞ്ഞു, ഈ രക്തത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പം അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇങ്ങനെ ഉദാഹരണക്കുറവിലേക്ക്? അതായത് കൂടുതൽ തടിയുള്ള ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കാണുക. അതായത് ഒന്നുമില്ല, തടിയില്ല അപ്പുറത്ത് പെൽവിക് ഓർഗൻസിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക. പിന്നെ കൂടുതലായിട്ട് മധുരം കഴിക്കുന്ന ആളുകളിൽ ഇത്തരം ഇഷ്യൂസ് വരാറുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഷുഗർ, BP, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇത് മെയിൻ കണ്ടന്റാണ്. ലൈക്ക് ഷുഗർ ആണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞരമ്പുകൾ തളരുകയാണ് ആ സ്ഥലത്ത്, പ്രോപ്പറായിട്ടൊരു വേ കിട്ടുന്നില്ല, ഞരമ്പുകൾക്കൊരു ബലം കിട്ടാതാവുമ്പോഴാണ് കോമൺലി നമ്മൾ പറയുന്ന ഞരമ്പ് അസുഖമായിട്ട് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഡീൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നതാണ് ഇപ്പോൾ പ്രീമച്വർ എജാക്കുലേഷൻ, അതായത് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഇതിനേക്ക് പിന്നെ പെട്ടെന്ന് ശുക്ലം പോവുക അല്ലെങ്കിൽ സ്പേം പോവുക എന്നുള്ള പറയാറുണ്ടല്ലോ, അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താണ് അതിനൊരു റീസൺ ആയിട്ട് വരുന്നത്? രണ്ട് കാര്യമാണ്. മാസ്ട്രുബേഷൻ ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് ഇത്തരം കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മൈൻഡിന് നല്ലൊരു റോൾ ഉണ്ട് അവിടെ. നമുക്ക് ചില ഇമോഷൻസ് മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷനോ യോഗയൊക്കെ ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഫിസിക്കലി ഒരു പ്രോബ്ലംസ് ആണ്, ലൈക്ക് ഇതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മൂത്ര സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആളുകൾ, അതേപോലെ തന്നെ വൃക്ഷണോ അല്ലെങ്കിൽ ടെസ്റ്റിസ് പെനിസോ ഒക്കെ ആയിട്ട് പ്രയാസം, എന്തെങ്കിലും ഇൻഫെക്ഷനോ അവിടെ ഹൈഡ്രോസീൽ കണ്ടീഷൻ, അതൊക്കെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, സിസ്റ്റുകളോ അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രയാസങ്ങൾ വരാം. അപ്പോൾ അത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് പോകും. ശീഘ്രസ്ഖലനത്തിന്റെയും അതുപോലെ ഉദാഹരണക്കുറവിന്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണക്കുറവാണെങ്കിൽ ശീഘ്രസ്ഖലനം, അതെങ്ങനെയാണ് ഈ കുട്ടികൾ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് അത് മാറുന്നത്? സാധാരണ നമ്മൾ അത്തരം ഉള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒന്ന് സ്പേം കൗണ്ടുകൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ മേ ബി നമുക്ക് നല്ല രീതിയിൽ ചലിക്കുന്ന ബീജങ്ങൾ ഇല്ലാതിരിക്കുക,
നോർമൽ ഫോമിലുള്ള ബീജങ്ങൾ ഇല്ലാതിരിക്കുക, ശരിയായ രീതിയിലുള്ള കൗണ്ട് ഇല്ലാതിരിക്കുക, അത്തരം ഇഷ്യൂസ് എന്തായാലും ഉണ്ടാകും നമ്മൾ അവരുടെ ബീജം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെമൻ അനാലിസിസ് നോക്കുമ്പോൾ. അപ്പോൾ അതിൽ പല കാരണങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സെമൻ കുറച്ച് കട്ടിയുള്ള കൂട്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രയാസമാണ്. അത്തരം ആളുകൾക്ക് മേ ബി ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കാം. അതായത് മോശം പോവാൻ ബുദ്ധിമുട്ട്, ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഹോൾ ടോട്ടലി അത് ബോഡിയെ തന്നെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബീജങ്ങൾ കട്ടി കൂടുന്നതിനനുസരിച്ച് ചലിക്കുന്ന ബീജങ്ങൾ ഉണ്ടാവില്ല. ചലിക്കുന്ന ബീജങ്ങളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റ സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ഈ ബീജം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം പ്രോബ്ലംസ് ലൈക്ക് വെരിക്കോസീലോ അല്ലെങ്കിൽ ഉദാഹരണ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് ഇതിലെന്തായാലും ബീജത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്തി അതിന് മരുന്ന് കൊടുക്കുക, അതോടൊപ്പം ബാക്കിലുള്ള റീസൺസിനും കൂടി മരുന്ന് കൊടുത്താൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കാര്യമാക്കാതെ അല്ലെങ്കിൽ ഒരു സീരിയസ് ആക്കാത്ത ഒരു വിഷയം തന്നെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ആ സിമ്പിൾ ആയിട്ടുള്ള ഈ കോൺസ്റ്റിപ്പേഷൻ പോലും നമ്മളെ കുട്ടികൾ ഉണ്ടാവുന്നതിൽ ഭയങ്കരമായിട്ട് വലിയ റോള് വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആളുകൾ അത്രത്തോളം ഈ നിസാരമാക്കുന്ന ഈ ഒരു പ്രശ്നം തന്നെ ആദ്യം എന്തെങ്കിലും വരും സോൾവ് ചെയ്യേണ്ടി വരും അല്ലേ? അതായത് ബോഡിയിലുള്ള എന്ത് ഡിസോർഡർ മെറ്റാബോളിസോ നമ്മളുടെ എല്ലാ മാറ്ററിനെയും സ്വാധീനിക്കുമെന്നുള്ളതാണ്. അത് ഇൻഫെർട്ടിലിറ്റി ആവട്ടെ, വേറെ എന്ത് കണ്ടീഷൻ ആവട്ടെ, എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മളുടെ ബോഡിയെ ബാധിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പുരുഷന്മാരുടെ കേസിൽ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ അതായത് ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ഇതിന്റെ കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അസീന മാമിനെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കി എന്ത് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് പുരുഷന്മാരുടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പം നമ്മൾ ഇനി സംസാരിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന, അതായത് പലപ്പോഴും ഇതിപ്പോൾ പുരുഷന്റെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ് സ്ത്രീകളുടെ മേലേക്കാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ എന്തായാലും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, പലപ്പോഴും കോമൺ ആയിട്ട് അവിടെ മേലേക്ക് തന്നെയാണല്ലോ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഈ ഒരു എന്തൊക്കെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ? സാധാരണ 30% സ്ത്രീകളിലും 30% പുരുഷന്മാരും 30% സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടും 10% എന്താ റീസൺ പോലും കണ്ടുപിടിക്കാത്തതിലാണ് വന്ധ്യത നിലനിൽക്കുന്നത്. അപ്പോൾ 30% നമ്മൾ പുരുഷന്മാരുടെ കംപ്ലയിൻസുകൾ കണ്ടു. അത് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സെമൻ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക. 30% ഇനി സ്ത്രീകളുടെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകളായിരുന്നു അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മളത് പുരുഷന്മാരിലും പ്രയാസം ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ സ്ത്രീകളിലോട്ട് വരികയാണെങ്കിൽ അണ്ടത്തിന് ക്വാളിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു പ്രോബ്ലം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ AMH ചെക്ക് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ AMH കാണും. അതായത് സാധാരണ ഒരു പെൺകുട്ടി ജനിച്ച് അവൾക്ക് ആർത്തവ വിരാമം എത്തുന്നത് വരെ ശരീരത്തിൽ ഉണ്ടാകുന്ന AMH കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ ഒരു 20 വയസ്സിൽ നമ്മൾ AMH നോക്കുമ്പോൾ 46 വയസ്സിലുള്ള AMHൻ്റെ അളവാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അബ്നോർമലാണ്. അത് നമുക്ക് മെഡിസിൻ കഴിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ട് നല്ല ഫുഡിലൂടെയൊക്കെ നമുക്കത് റീപ്ലേസ് ചെയ്യാം. ഒരുപാടൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കൺസീവ് ആകുന്ന രീതിയിൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആക്കാൻ പറ്റാറുണ്ട്. അടുത്തതായിട്ട് മെയിനായിട്ട് PCOD ആണ്. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യം തന്നെയാണ്. PCOD ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവില്ല എന്നില്ല. നല്ല ഓവുലേഷൻ മരുന്നൊക്കെ കഴിക്കുന്ന സമയമാണെങ്കിൽ നല്ല ഓവുലേഷൻ കിട്ടുമ്പോൾ കൺസീവ് ആവാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി കെയർഫുൾ ആയിരിക്കണം. ഡോക്ടറും പേഷ്യൻറ്റും കെയർഫുൾ ആയിരിക്കണം. അത് കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെയും ഫുഡിലൂടെയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ളത് ട്യൂബൽ ബ്ലോക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ട്യൂബൽ ബ്ലോക്കൊക്കെ നമുക്ക് നല്ല മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻറ്റും നല്ലപോലെ അവെയർ ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാം. മെയിനായിട്ടും നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ കൊണ്ടാണ്, പ്രത്യേകിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഹൈ റിസ്ക് ആണ് അല്ലെങ്കിൽ ഹൈ ടാസ്ക് ആണ് ഇൻഫെർട്ടിലിറ്റി സക്സസ് ആക്കുക എന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ട് പേഷ്യൻറ്റിന് നല്ലൊരു ഡയറ്റും എക്സസൈസും നല്ലൊരു ട്രീറ്റ്മെൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 44-45 വരെയൊക്കെ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആക്കാൻ സാധിക്കാറുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ട്യൂബൽ ബ്ലോക്കിന്റെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഡോക്ടർ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 10 വർഷത്തോളം കുട്ടികളില്ലായിരുന്നു. അവർ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, IVF ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾ ആവാതെയാണ് അവസാനം മാമിന്റെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ കൃത്യമായിട്ട് ചികിത്സ ഇതിന് വേണ്ടി ചെയ്തു, ട്യൂബൽ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തു. അവർ കുറച്ച് 3 മാസങ്ങൾക്ക് ശേഷം അവർ കൺസീവ് ആയി, പ്രഗ്നന്റ് ആയി. അവസാനം നല്ലൊരു കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് ജനനം നൽകാൻ പറ്റി. അപ്പം അതിൻ്റെ ഒരു അവർ കഴിഞ്ഞ ദിവസം വന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. അപ്പം നിങ്ങൾ അവരുടെ അവരൊരു സന്തോഷം അവർ നമ്മളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഒന്ന് കണ്ടോളൂ. എനിക്ക് 38 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിന് 48 വയസ്സുണ്ട്. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ IUI പോലെയുള്ള ചിലവേറിയ ഒരുപാട് ചികിത്സകൾ ഞങ്ങൾ നടത്തി. ഞങ്ങൾക്ക് ഒരു ഫലവും കിട്ടിയില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞത് IVF മാത്രമേ പരിഹാരമുള്ളൂ. രണ്ട് ട്യൂബും ബ്ലോക്കും ഒറിയിൽ സിസ്റ്റും ഇൻഡോമെട്രിയോസും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ IVF ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് ആണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡോക്ടർ ബാസിൽ ഹോസ്പിറ്റലിൻ്റെ ഹസീന ഡോക്ടറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായത്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ആണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഞങ്ങൾക്ക് നൽകിയത്. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കാണിച്ചത് എനിക്ക് 2 മാസത്തെ മരുന്നേ എനിക്ക് കഴിക്കേണ്ടി വന്നുള്ളൂ. സിസ്റ്റും ബ്ലോക്കും എല്ലാം ഒരു സർജറിയും കൂടാതെ എനിക്ക് മാറിയിട്ട് എൻ്റെ യൂട്രസ് ക്ലീനായി. നല്ല പരിചരണവും കെയറിങ്ങുമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനിപ്പോൾ 6 മാസം പ്രഗ്നൻ്റാണ്. ഒരമ്മയാകുന്നതിൻ്റെ എല്ലാ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരോട് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വന്ന് ഡോക്ടർ ബാസിസ് ഹോസ്പിറ്റലിൽ ഹസീന ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓൺലൈനായിട്ടോ അല്ലാതെയോ വന്ന് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വാങ്ങാൻ പറ്റാത്ത ചിലവൊന്നും ഇവിടെ ഇല്ല. കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല കെയറിങ്ങോട് കൂടിയുള്ള ചികിത്സയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ ഹസീന ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ടത് ഈ പറഞ്ഞ 10 വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ടായ ആ ദമ്പതികളുടെ സന്തോഷമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ, അതായത് കഴിഞ്ഞ വർഷം തന്നെ 101 ആളുകൾക്കാണ് കുട്ടികൾ ആയിട്ടുള്ളത്. അതായത് ഒരുപാട് ചികിത്സ ചെയ്തതിന് ശേഷവും പിന്നെ കുട്ടികളാവാത്ത 101 ദമ്പതികൾക്കാണ് കഴിഞ്ഞ വർഷം മാത്രം പ്രഗ്നന്റ് ആയതും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് മാം നിങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതാണ്. അതിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ട്യൂബൽ ബ്ലോക്ക് പറഞ്ഞു, മറ്റുള്ള വേറെ അസുഖങ്ങൾ, ഇതിപ്പം PCOD പറഞ്ഞു. പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പല പെൺകുട്ടികൾക്കും ഇന്ന് PCOD ഉണ്ട്. പക്ഷെ അത് വളരെ ഒരു റെസ്പോൺസിബിൾ ഇല്ലാതെ, അതായത് PCOD അല്ലേ അത് കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മുൻപത്തെ കാലത്ത് PCOD എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ക്ലിനിക്കലി കേസ് കൂടി വരുന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ വരികയാണെങ്കിൽ ഇത് കോമൺ, നമുക്കൊരു പനിയും തലവേദനയും വരുന്ന പോലെ തന്നെ എല്ലാവരിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ എൻ്റെ OPയിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ PCOD കഴിഞ്ഞു, നിങ്ങൾ പ്രഗ്നൻ്റ് ആയി, കൺസീവ് ആയി, അതല്ലെങ്കിൽ PCOD മാറി നല്ല പീരിയഡ്സ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെ കുളിക്കുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എക്സസൈസും മറ്റും നല്ല ഫുഡുകളുമായിട്ട് നിങ്ങൾ ലൈഫ് ലോങ് പോകുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം മോശമാകുന്നു അത്രത്തോളം ഇത് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഇതൊരു നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമായിട്ട് പോകുന്നുണ്ട്. സോ അതിനെ നമുക്ക് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വെയിലൂടെ പോയാൽ മാത്രമേ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല PCOD ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ ഷുഗർ,
കൊളസ്ട്രോൾ, അത്തരം ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ സ്ട്രോക്ക് പോലെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് നല്ല രീതിയിൽ നല്ല ഡയറ്റും നല്ല മെഡിസിനും നല്ല എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം PCOD ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നെഗ്ലക്ട് ചെയ്ത് പോയാൽ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഭാവിയിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു വന്ധ്യതന്റെ പ്രശ്നം, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്റെയും പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പേഷ്യൻസ് ഒന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ട് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ്. ഓക്കെ, വന്ധ്യത എന്നുള്ളതിൽ ആളുകൾക്ക്, പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ചോദിക്കാനും അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പല ആളുകൾ ചോദിക്കലുണ്ട്, ഡോക്ടറെ അസോസ്പെർമിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ അസോസ്പെർമിയ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലി പറയുകയാണെങ്കിൽ 2 തരത്തിലാണുള്ളത്. അതായത് ഒന്ന് ഒബ്സ്ട്രക്റ്റീവും രണ്ടാമത്തത് നോൺ ഒബ്സ്ട്രക്റ്റീവും. അത് നിങ്ങൾ അത്രത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. അതായത് നമ്മളത് മനസ്സിലാക്കി എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബീജം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു സ്പേം ഇല്ല. അത്തരം കണ്ടീഷനിൽ നമുക്ക് സെമൻ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു സംഭവം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാം. അത് പോസിറ്റീവാണ്, പക്ഷേ സെമൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ FSH ഹോർമോൺ നോക്കാം. FSH ഹോർമോൺ ഒരു 20ൻ്റെ മേലെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ മെഡിസിൻസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി FSH നോർമലാണ്, ഫ്രക്ടോസ് നോർമലാണ്, പക്ഷേ വീണ്ടും ബീജം വരുന്നില്ല. അപ്പോൾ അവിടെ എന്തോ സംതിങ് വേറെ എന്തോ ഒന്നുണ്ട്. അല്ലെങ്കിൽ ടെസ്റ്റിസ് ചെറുതായിരിക്കാം, ടെസ്റ്റിസിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കുകൾ വന്നിട്ട് അത് വെള്ളം നിറഞ്ഞു നിന്നിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ പഴുപ്പോ ഞരമ്പ് തടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല സിസ്റ്റുകൾ രൂപാന്തരപ്പെട്ടിട്ടൊക്കെ നമുക്ക് സെമനിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ഓരോന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടാറുണ്ട്, അത്തരം അസോസ്പെർമിയ കേസിൽ മാത്രം. ഇനി രണ്ടാമത്തെ അസോസ്പെർമിയ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കഞ്ചനിറ്റലായിട്ട് ജനിക്കുമ്പോൾ തന്നെ അവിടെ ബ്ലോക്ക് വന്നത്, അവിടെ ഒരു പാസിങ് സാധനമേ ഇല്ല, പാസിങ് ഡക്റ്റ് ഇല്ല. അത്തരം കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും മരുന്ന് കഴിച്ചിട്ട് അവിടെ നാച്ചുറലി ഒരു സെമൻ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും അസോസ്പെർമിയ കേസ് ഉള്ള ഒരാൾ ആദ്യം ഇതിലേതാണ് നിങ്ങളുടെ എന്ന് കണ്ടെത്തി അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാത്ത രീതിയിൽ ഒരു അസോസ്പെർമിയ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള അസോസ്പെർമിയക്ക് ഒരുപാട് നാൾ നിങ്ങൾ നാച്ചുറലി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഫെയിലായി പോകേണ്ട ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ക്യാഷ് കളയേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ പറഞ്ഞതിലൊരു കാര്യമാണ്, പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ചീറ്റ് ചെയ്യാനും ഏറ്റവും ഒരു സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഇൻഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ സെക്ഷൽ ഡിസോർഡേഴ്സും. ആളുകൾ പല വ്യാജരായ ആളുകളുടെ അടുത്ത് പോവുകയും അത് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ ചെലവ്, കാരണം പുറത്ത് പറയാൻ പറ്റാത്ത കണ്ടീഷൻ ആ രൂപത്തിലേക്ക് മാറാറുണ്ട്. അപ്പം നിങ്ങൾ എപ്പം പോവുകയാണെങ്കിലും ഈ പറഞ്ഞ ഏത് അസുഖങ്ങൾക്ക് പറയണം, പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സെക്ഷൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ പിന്നെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് വെരിഫൈ ചെയ്തതിന് മാത്രം പോവുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ അല്ലെങ്കിൽ നല്ലപോലെ നടക്കുള്ളൂ. അപ്പം അത് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാം, ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു കുട്ടിയൊക്കെ ആയി നല്ല സന്തോഷത്തോടെ കഴിയാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഉദാഹരണക്കുറവ് തന്നെയായിരുന്നു. അതിന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് നമുക്ക് ഈ ഉദാഹരണക്കുറവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, എങ്കിലും ഇതൊക്കെ വരാനും അതുപോലെ തന്നെ എങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാന്നുള്ളതൊന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതായത് അതിൻ്റെ വേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ കാരണം കണ്ടെത്തി, അപ്പോൾ പിന്നെ അതിനടുത്തത് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രശ്നത്തിനും ഓരോ സൊല്യൂഷനാണ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് സർജറി ചെയ്യേണ്ട കേസുകളാണെങ്കിൽ സർജറി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ മാരേജിൻ്റെ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമാണ് നിങ്ങൾ ആദ്യം വലിയൊരു ഫാക്ടറായിട്ട് എടുക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും 30 വയസ്സിൻ്റെ താഴെയുള്ള ആളുകളാണ്, കല്യാണം കഴിഞ്ഞു 1 വർഷമായി കുട്ടികളില്ല. അത്തരം ആളുകൾക്ക്
സെക്ഷുവലി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഉദാഹരണ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയർ, ശരിയായ രീതിയിൽ ശാരീരിക ബന്ധം നടത്താൻ പറ്റാതാവുക, അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പറ്റാതാകുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വെരിഫൈ ചെയ്യുക. സാധാരണ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കേസുകൾ വരുമ്പോൾ പറയാറുണ്ട് 4 വർഷമായി 5 വർഷമായി ഡോക്ടറെ സെക്ഷുവലി ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പല റീസൺസ് ഉണ്ട്. അതായത് ഭാര്യ വില്ലിങ് അല്ലെങ്കിൽ ഭർത്താവ് വില്ലിങ് അല്ല, മാനസികമായിട്ട് സ്ട്രെസ്സ് വരുന്നുണ്ട്, ഉദാഹരണ പ്രോബ്ലംസ് വരികയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് എന്താണ് അവിടെ പ്രശ്നം. മാനസികപരമായിട്ടാണെങ്കിൽ ഒരു കൗൺസിലിംഗ്, അല്ല ശാരീരികപരമായിട്ട് വല്ല ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഓർഗൻസിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യുക. അപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു ബീജം ടെസ്റ്റ് ചെയ്യുന്ന ലെവലിലോട്ട് പോവുക. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഓക്കെ ആയി. അപ്പോൾ പുരുഷന്മാർക്ക് അതിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളിലോട്ട് വരാം. സ്ത്രീകളിലോട്ടാണെങ്കിൽ പീരിയഡ്സ് കറക്റ്റ് ആണോ നോക്കുക. പീരിയഡ്സ് കറക്റ്റാണ്, പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോളിക്കുലാർ സ്റ്റഡി ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് പീരിയഡ്സ് കഴിഞ്ഞിട്ട് 14ാമത്തെ ദിവസം നോർമലി നമ്മളൊരു സ്കാൻ ചെയ്യും. അത് വെച്ചിട്ട് എന്തൊക്കെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ, സിസ്റ്റുകളുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, ഗർഭപാത്രത്തിന് പ്രയാസമുണ്ടോ എന്നൊക്കെ അറിയാം. അത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി അതിലും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഹോർമോൺ ടെസ്റ്റുകളുണ്ട്, LH, FSH എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്ത് വെരിഫൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇതിലൊക്കെ ഡിസോർഡർ ഉണ്ട്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സെക്ഷൽ കോണ്ടാക്റ്റ് നടത്തുന്നത് പ്രോപ്പർ ഡേയ്സിലല്ലേ എന്ന് നോക്കുക. അതായത് മെൻസസ് കഴിഞ്ഞിട്ട് 14, 15, 16 ദിവസങ്ങൾ, അതായത് ഓവുലേഷൻ നടക്കാനുള്ള ദിവസങ്ങളിലല്ലേ നോക്കുക. പല ആളുകൾക്കും അല്ലെങ്കിൽ പല കപ്പിൾസിനും എന്നാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള ദിവസം അറിയില്ല. അതെങ്ങനെ വെരിഫൈ ചെയ്യേണ്ട ദിവസവും അറിയില്ല. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലാത്ത ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാനുള്ളത്, നിങ്ങൾക്ക് ഉണ്ടായ മെൻസസിനെ കറക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 1-ാം തീയതി മെൻസസ് ആയെങ്കിൽ അന്ന് 1-ാം തീയതി ഒരു 1 ഡേ ആക്കി കൂട്ടിയിട്ട് 14ാമത്തെ ദിവസമാണ് നമുക്ക് 12, 13, 14, 15 ദിവസമൊക്കെ നമുക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ തന്നെ വരുന്നൊരു പ്രശ്നമാണ്, തുടർച്ചയായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റ് നടത്തുമ്പോൾ ബീജത്തിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് നാച്ചുറലാണ്. അപ്പോൾ നിങ്ങളത് ലോജിക്കലി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കറക്റ്റ് ഒന്ന് പീരിയഡ്സ് വരുന്നു നോക്കിയിട്ട് ഓവുലേഷൻ ടൈം മനസ്സിലാക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഓവുലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ലാത്ത ദിവസമാണ് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ദിവസം എന്നുള്ളതാണ്. പൊതുവേ സ്ത്രീകൾക്ക് അടിവയറ്റിൽ വേദന, വൈറ്റ് ഡിസ്ചാർജ് വരും, ഗ്ലാസി ലൈക്ക് ഡിസ്ചാർജ് ആയിരിക്കും, പ്യുവറായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഡേ ഉണ്ട്. അതൊക്കെ സ്ത്രീകൾക്ക് ലോജിക്കലി മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേ ദിവസം കോണ്ടാക്ട് ചെയ്താലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത 90% ഉണ്ട്. അപ്പോൾ നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 14ാമത്തെ ദിവസം 14, 15 നമ്മളത് റെഡി ചെയ്യേണ്ടത്. അത് ലോജിക്കലി ചെയ്യേണ്ട കാര്യമാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്തതിൻ്റെ ബേസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, സെക്ഷൽ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നടത്തുന്നുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതിനവിടെ റീസൺ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് എക്സസൈസിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. മരുന്ന് ചിലപ്പോൾ നമുക്ക് 1 വർഷം കുടിക്കുന്നത്, നല്ല എക്സസൈസും ഡയറ്റും ഉണ്ടെങ്കിൽ 6 മാസം കുടിച്ചാൽ മതിയാവും. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10 വർഷമായിട്ട് കുട്ടികളില്ലാത്ത, അതായത് IVF അടക്കം ചെയ്തിട്ട് കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുട്ടികളായ വിഷയങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലൈംഗിക പ്രശ്നങ്ങൾ കുട്ടികളില്ലാത്തതിന് കാരണമാവുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ക്യൂർ ചെയ്യാം? അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം PCOD, അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വജനസ്നെസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, അത് കുട്ടികളില്ലാതെ മാത്രമല്ല, അവരുടെ അഭിമാന പ്രശ്നം തന്നെയാണ് ഈ ഉദാഹരണക്കുറവും അല്ലെ ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും? ഇതിൽ കുട്ടികളില്ലാത്ത വിഷയത്തിൽ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണ പ്രോബ്ലംസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ചും പ്രായം കുറഞ്ഞ ആളുകളിലും ഈ ഒരു കംപ്ലയിൻറ്റ്സ് പൊതുവേ കാണുന്നത് കൊണ്ട് തന്നെ ഒരു 50 വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും ഇത് ഡയറക്റ്റ് തന്നെ നമ്മളെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ ഉദാഹരണ പ്രോബ്ലംസ് എന്നുള്ളതിൻ്റെ ബാക്കിൽ വരുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും വല്ല ഷുഗർ,
കൊളസ്ട്രോള്, പ്രഷർ ഇതൊക്കെ ഉള്ളതായിരിക്കും. അതല്ലെങ്കിൽ കുറേ കാലമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കാം. അതോ അല്ലെങ്കിൽ വെരിക്കോസീൽ ഉണ്ടാവും, അതായത് കാലിലൊക്കെ വെയിൽ തടിച്ച് വീർത്തിട്ട് അത് പിന്നീട് വൃഷണത്തിലോട്ട് വരുന്ന കണ്ടീഷനാണ് വെരിക്കോസീൽ. അത്തരം കണ്ടീഷനും ഉണ്ടായിരിക്കും. പിന്നെ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹോർമോൺസ് ഇംബാലൻസ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഉദാഹരണ പ്രോബ്ലംസ് വരാമെന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ രക്തോട്ടം ശരിക്കും ഇല്ലാത്ത ഒരു റീസണാണ്. അപ്പോൾ അതിനെ നമ്മൾ റിമേക്ക് ചെയ്തെടുക്കുക. അത് നമ്മൾ ഫെർട്ടൈൽ പീരീഡ്, അതായത് 50 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അത് വളരെ ഈസിയാണ്. മെയിൻ പ്രോബ്ലം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുപോലത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പല ആളുകളും പിന്നെ ഇതിന് ചികിത്സ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം പിന്നെ ഇതിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടില്ല എണ്ണാതൊരു പ്രശ്നമാണ് ഏതെങ്കിലും വ്യാജരായുള്ള ആളുകളുടെ അടുത്ത് പോവുക, എന്നിട്ട് അതിന്റെ മരുന്ന് കഴിച്ചിട്ട് ഉള്ള ഒരു നല്ല പിന്നെ കിഡ്നിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ തന്നെ പറയണം. ഇതിന്റെ കാര്യങ്ങളിൽ ക്വാളിഫൈഡ് മാത്രമല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെടുത്തുകൂടി പോയിട്ട് വേണം നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പിന്നെ ഈ ഇജാക്കുലേഷന്റെ പ്രീമേച്ചർ ഇജാക്കുലേഷൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ ഇറക്ഷൻ്റെ നമ്മൾ പറഞ്ഞു. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പുരുഷനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ കൂടുതലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റും? ആദ്യത്തെ ഘട്ടം PCOD അങ്ങനെ ഹോർമോണൽ ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ എല്ലാത്തിലും നമ്മൾ പറയുന്നത് 90% നല്ലൊരു ഹെൽത്ത് ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചും എത്ര നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ട്, കൃത്യമായിട്ടൊരു ഡയറ്റും എക്സസൈസും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വന്ധ്യത എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടി വരുന്നൊരു വിഷയം കൂടിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളൊരു ട്രയാങ്കിൾ പോലെയാണ്, അതായത് മെഡിസിൻ, ഫുഡ്, എക്സസൈസ്. അതിൽ പ്രത്യേകം പറയുന്ന കെഗൽ എക്സസൈസ് എന്ന് പറയും നമ്മൾ. അതായത് അരക്കെട്ടിന് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ശരിയായ രീതിയിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതാണ് കെഗൽ എക്സസൈസുകൾ. അപ്പോൾ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രയാസങ്ങൾ മരുന്നില്ലാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അതുവരെ നമുക്ക് എന്താ പറ്റുക, അതായത് ഉദാഹരണ പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രീമച്യൂർ ഇജാക്കുലേഷൻ അതോ ഉള്ള ആളുകൾക്ക് കുറവ് വരും. അതോടൊപ്പം തന്നെ വജൈനസ്മസ് പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് ക്ലിയർ ആവും. ലേഡീസിനാണെങ്കിൽ PCOD, സിസ്റ്റ് പോലെയുള്ളത് കറക്റ്റ് ആവും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ഈ ട്രയാങ്കിൾ വൈസ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻഫെർട്ടിലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറെ അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു മിഡ് ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും, അതായത് 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമോ അവർ ലൈഫ് കഴിഞ്ഞിട്ട് കുട്ടികൾ വേണമെന്ന് വെക്കുന്ന സമയത്ത് കുട്ടികൾ ഇല്ലാതായി പോകുന്നത്. അതിൽ പലപ്പോഴും കേട്ടിട്ടുള്ള വെച്ചാൽ കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആയതിനു ശേഷം അബോർഷൻ ചെയ്ത വരെ കേസുകൾ വരെ ഉണ്ടായിട്ട് അവസാനം പിന്നെ കുട്ടികളെ വേണം എന്ന് വെക്കുന്ന സമയത്ത് അവർ കുട്ടികൾ ഉണ്ടാവാതെ ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും അനുഭവം കേട്ടിട്ടുണ്ട്. മാമിന് എന്തായാലും ഒരു ക്ലിനിക് ഡോക്ടർ ആയതുകൊണ്ട് എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഫാമിലി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ മുമ്പ് നമ്മളെ നാട്ടിലൊക്കെ പ്രായം കൂടിയ ആളുകൾ പറയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിക്കോട്ടെ, അത് നീണ്ടു വെക്കണ്ട, പിന്നീട് കുട്ടികളാവില്ല എന്ന് പറയും. പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ പഠിച്ചിട്ടോ ഒന്നല്ല പറയുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് പറയുന്നത്, ഒരു മെഡിക്കൽ സയൻസ് പറയുന്നത് കല്യാണം കഴിഞ്ഞ വശം തന്നെ ഒരു കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള ഒരു പാർട്ടിലോട്ട്, അല്ലെങ്കിൽ അത് കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ജേർണിയിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളെ ഒരു 4 പോർഷനായിട്ട് ഭാഗിക്കുകയാണ്. 30% കുട്ടികളില്ലെങ്കിൽ അത് സ്ത്രീയുടെ കാരണം കൊണ്ടാണ്, 30% പുരുഷൻ്റെയാണ്, 30% പുരുഷൻ്റെ സ്ത്രീയുടെയാണ്, ബാക്കി 10% മെഡിക്കൽ സയൻസ് പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 30 എന്നുള്ളത് 50 വരുമെന്നുള്ളതാണ്. അതായത് സ്ത്രീകളിലാണെങ്കിൽ പുരുഷന്മാർ, അതായത് 30% കംപ്ലൈൻ്റ് ഉള്ള ഒരു പുരുഷൻ 10 വർഷം കൂടെ നമ്മൾ കുട്ടികൾ വേണ്ടാന്ന് വെച്ചു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 5 years വെച്ചു എന്ന് വിചാരിക്കുക. അവർക്ക് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കൂടെ കംപ്ലൈൻറ്റ്സ് കൂടി. അങ്ങനെയാണത് നമ്മൾ മെഡിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
കറക്റ്റായിട്ട് കല്യാണം കഴിഞ്ഞാൽ 20 to 13 ഇടയിൽ, അതായത് ഒരു 22 വരെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാൽ വലിയൊരു ഇഷ്യൂസ് വരാറില്ല. പക്ഷേ 23 തൊട്ടിട്ട് മാരേജ് കഴിയുന്ന ആളുകളാണ്, അതായത് നമ്മൾ ലേറ്റ് മാരേജ് അല്ലാത്ത ഒരാളാണെങ്കിൽ എന്തായാലും വിത്തിൻ 1 ഇയറിൽ കൺസീവ് ആകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, സേഫ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 തൊട്ട് 4 മാസത്തെ സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡോക്ടേഴ്സ് കണക്കിലെടുക്കാറില്ല. അതൊരു പ്രോപ്പർ സെക്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാം. പക്ഷേ 4 മാസം 5 മാസത്തിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു 4-5 മാസം, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിച്ചാൽ ആകെ കൂടെ ഒരു 10-12 ദിവസമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസം. അത് ആ 12 ദിവസം തന്നെ എല്ലാ കപ്പിൾസും ആ ഓവുലേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അണ്ട ഉൽപാദനം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന ദിവസം ബന്ധപ്പെടണമെന്നില്ല. പലപ്പോഴും വരുന്ന കപ്പിൾസിന് ഇത് അറിയില്ല. ഓരോ ഓവുലേഷനും കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മെൻസസിൻ്റെ ഈ ദിവസമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതാണ് ഇങ്ങനെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ദിവസം ബന്ധപ്പെട്ടാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവൂ എന്ന് അറിയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു മാരേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു സെക്ഷൽ അവയർനെസ് ഹസ്ബൻഡിനും വൈഫിനും നമ്മൾ മെഡിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ നൽകിയതിന് ശേഷം മാത്രമേ ശരിക്കൊരു കല്യാണം എന്നുള്ള രീതിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ നമ്മളുടെ പറയുകയാണെങ്കിൽ നമ്മളുടെ ക്രിസ്ത്യൻ ഇതിൽ ഒരുപാട് അവർ ആ ഒരു സെക്ഷൽ അവയർനെസ് ക്ലാസ് കൊടുത്തിട്ടാണ് മാരേജിലോട്ട് അവരെ പറഞ്ഞയക്കുക എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ ജസ്റ്റ് 1 ഇയർ കഴിയുമ്പോൾ തന്നെ ആ ഒരു ഏജിൽ മിഡിൽ ഏജിലുള്ള ആളുകളാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി കൺസീവ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് മെൻസസ് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മിക്ക ആളുകളിലും വജൈനസ്മസ് അതായത് ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് അതിനുള്ള എക്സസൈസുകളും ഒരു ഡോക്ടറുടെ ഒപ്പീനിയനോട് കൂടി കറക്റ്റായിട്ടുള്ള എക്സസൈസ്, അതിൽ പ്രത്യേകം ബട്ടർഫ്ലൈ എക്സസൈസ് പൊസിഷൻ നമ്മളെ വളരെയേറെ സഹായിക്കും. പിന്നെ ഭാര്യയും ഭർത്താവും കുറച്ച് മിങ്കിളായിട്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനുള്ള ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതില് ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് ഇതില് പലപ്പോഴും ന്യൂ കപ്പിൾസ് ആണെങ്കിലും ഇപ്പം പ്രായമുള്ള ആളുകളാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ നിന്ന് നമ്മൾ കേട്ടൊരു കാര്യമാണ്, ആ ഡോക്ടറെ അടുത്ത് പോയതിനു ശേഷമാണ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ളത്. അതായത് അവർ ഓവുലേഷൻ പീരീഡുകളും അല്ലെങ്കിൽ എപ്പം ബന്ധപ്പെടരുത് എന്നുള്ളതും എപ്പം കുറച്ച് സേഫ് ആയിട്ട് അവർക്ക് ജസ്റ്റ് ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിലും ഒക്കെ ആ രൂപത്തിൽ ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ഓവുലേഷൻ പീരീഡിനെ കുറിച്ച് ആ ഡേറ്റുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് മാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആളുകൾക്ക് ഒന്ന് ഉപകാരമായിരിക്കും. തീർച്ചയായും. അത് സാധാരണ ഉദാഹരണമായിട്ട് നമുക്ക് 1-ാം തീയതിയാണ് പീരിയഡ്സ് ഉണ്ടായെങ്കിൽ ഉണ്ടായ പീരിയഡ്സിനെ നമ്മൾ ഒന്നായിട്ട് കണക്കാക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് 28 ദിവസത്തിലാണ് ഒരു പെൺകുട്ടിക്ക് മെൻസസ് വന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോർഷൻ അതായത് 14ാമത്തെ ദിവസമായിരിക്കും നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ, അതായത് അണ്ടോൽപാദനം നടക്കുന്ന ദിവസം. അപ്പോൾ ആ 14ാമത്തെ ദിവസത്തേക്കുള്ള ജേണി എന്ന് പറയുമ്പോൾ 1-ാം തീയതി മെൻസസ് ആയിട്ടുണ്ടെങ്കിൽ അന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി ഒരു 7-8 ദിവസത്തിൽ പീരിയഡ്സ് സൈക്കിൾ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 14 ആണെങ്കിൽ നമ്മൾ ഒരു 13, 14, 15, 16 ഒരു 4-5 ദിവസം കവർ ചെയ്തിട്ട് നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റിന് തയ്യാറാവുക. ഇതിൽ തന്നെ പലപ്പോഴും കുറേ ആളുകളുടെ ഡൗട്ടാണ്, ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമുണ്ട്, കുട്ടികൾ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് നമുക്ക് 14-ാം തീയതിയാണ് കുട്ടികൾ ഉണ്ടാവുക, അല്ല ഡേറ്റ്, ഐ മീൻ അണ്ടോൽപാദനം നടക്കണം. 13-ാം തീയതി സെക്ഷൽ കോണ്ടാക്റ്റ് നടത്തിയാലും 72 മണിക്കൂറിനേക്കാൾ കൂടുതൽ സ്പേം നമ്മൾ സ്ത്രീയുടെ ശരീരത്തിൽ നിൽക്കാൻ സാധ്യത കൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഓവുലേഷൻ നടന്നാലും ചെറിയ ചാൻസ് സംഭവിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ 14-ാം തീയതി ആണ് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ കറക്റ്റായിട്ടൊരു വാല്യൂ കിട്ടുന്നത്. ഇവിടെ തന്നെ ഞാൻ പ്രത്യേകം പറയലുണ്ട്, ഈ ഓവുലേഷന് നമ്മൾ അറിയാൻ കുറച്ച് സിംറ്റംസ് ഉണ്ട്. അടിവയറ്റിൽ വേദന ഉണ്ടാവും, പീരിയഡ്സിൻ്റെ സമയത്തുള്ള പോലെ തന്നെ ആവും. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും, ഗ്ലാസി ലൈക്ക് ഡിസ്ചാർജ് ആയിരിക്കും. അത് സാധാരണ വെള്ളപ്പോക്ക് പോലെ ആവില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഇത് ബ്ലഡി മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും, ഇതിപ്പോൾ വീണ്ടും 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മെൻസസ് ആവുകയാണോ ഒരു ഡൗട്ട് ഉണ്ടാവും. അതും ഓവുലേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അന്ന് ഒരു മൂഡ് സെൻസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു 100% എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകൾക്ക് സെക്ഷൽ താല്പര്യം ഉണ്ടാവില്ല.
അതായത് അവർക്ക് നമുക്ക് വെച്ചാൽ നോർമലി ഒരു പെയിനും അസ്വസ്ഥതയും ഒക്കെ ഉള്ളൊരു ടൈമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹസ്ബൻഡും വൈഫും വഴക്കുണ്ടാക്കുകയും അന്ന് പോയി കിടന്നുറങ്ങുകയും ചെയ്യും. അതാണ് മിക്ക ആളുകളിലും സംഭവിക്കുന്നത്. നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഇപ്പോൾ 10 മണിക്ക് ഇന്ന് രാവിലെയാണ് ഓവുലേഷൻ നമ്മൾ അറിഞ്ഞു വിചാരിക്കുക, നാളെ 10 മണി വരെ അതായത് 24 hours ഓവം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്കത് മനസ്സിലായി ഇന്ന് ഓവുലേഷൻ നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ 3 or 4 സെക്സുകളൊക്കെ മാക്സിമം നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടെങ്കിലും ചെയ്യാം. ബിക്കോസ് നമ്മളുടെ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നാണ്. അതെ, ചിലപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ടൈംസ് ചെയ്യുന്ന പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ കറക്റ്റ് സ്പേം വരുന്ന അത്രയൊക്കെ ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒക്കെ ഉണ്ടാവും, അതായത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും നമ്മളുടെ മാറ്റർ എപ്പോഴും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ 24 hours നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മളത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. അതായത് എങ്ങനെ ഏത് സമയത്ത് എങ്ങനെയൊക്കെ ബന്ധപ്പെടാം എന്നുള്ളതടക്കം എത്രത്തോളം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഇപ്പം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു 10 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് IVF അടക്കം ചെയ്തിട്ടും കുട്ടികളില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ്, നോർമൽ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് മറ്റുള്ള സർജറീസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, എക്സസൈസ്, ഫുഡും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച സമയത്ത് ഈ ഡോക്ടറുടെ കറക്റ്റ് സേവനത്തോടെ തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവരെ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടുവരാം. എനിക്ക് 38 വയസ്സുണ്ട്, എൻ്റെ ഭർത്താവിന് 48 വയസ്സുണ്ട്. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ IUI പോലെയുള്ള ചിലവേറിയ ഒരുപാട് ചികിത്സകൾ ഞങ്ങൾ നടത്തി. ഞങ്ങൾക്ക് ഒരു ഫലവും കിട്ടിയില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞത് IVF മാത്രമേ പരിഹാരമുള്ളൂന്ന. രണ്ട് ട്യൂബും ബ്ലോക്കും ഒറിയിൽ സിസ്റ്റും ഇൻഡോമെട്രിയോസും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ IVF ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് ആണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡോക്ടർ ബാസിൽ ഹോസ്പിറ്റലിൻ്റെ ഹസീന ഡോക്ടറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായത്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ആണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഞങ്ങൾക്ക് നൽകിയത്. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കാണിച്ചത് എനിക്ക് 2 മാസത്തെ മരുന്നേ എനിക്ക് കഴിക്കേണ്ടി വന്നുള്ളൂ. സിസ്റ്റും ബ്ലോക്കും എല്ലാം ഒരു സർജറിയും കൂടാതെ എനിക്ക് മാറിയിട്ട് എൻ്റെ യൂട്രസ് ക്ലീനായി. നല്ല പരിചരണവും കെയറിങ്ങുമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനിപ്പോൾ 6 മാസം പ്രഗ്നൻ്റാണ്. ഒരമ്മയാകുന്നതിൻ്റെ എല്ലാ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരോട് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വന്ന് ഡോക്ടർ ബാസിസ് ഹോസ്പിറ്റലിൽ ഹസീന ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓൺലൈനായിട്ടോ അല്ലാതെയോ വന്ന് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വാങ്ങാൻ പറ്റാത്ത ചിലവൊന്നും ഇവിടെ ഇല്ല. കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല കെയറിങ്ങോട് കൂടിയുള്ള ചികിത്സയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ ഹസീന ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് 10 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുട്ടികളായതാണ്. IVF അടക്കം ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്ത അവർക്ക് കുട്ടികളായതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള ഒരുപാട് ആളുകൾ കുട്ടികളില്ലാത്ത വിഷമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സില്ലി പ്രോബ്ലംസ് കൊണ്ട് പിന്നെ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം കുട്ടികളില്ലാത്ത വിഷമങ്ങൾ എന്തായാലും എത്രത്തോളം അവർ ചിരിച്ച് കളിച്ച് നടന്നാലും അവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ തന്നെ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.